കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോൾഡ് കോഫി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഒന്നും വേണ്ട, അതുപോലെ നമ്മൾ ക്രീമോ ഐസ്ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ അളവിൽ വരെ പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. കോഫി പൗഡറും പഞ്ചസാരയും കൂടി നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 3-4 ഐസ് ക്യൂബ്സ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്നു കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു തവണ നമ്മളൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ ഈ ഒരു കളറിലായിട്ട് കുറച്ചൊരു ഡാർക്ക് കളറിലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അടുത്ത തവണ നമ്മൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി പതഞ്ഞ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു 3-4 തവണയായിട്ട് കുറഞ്ഞ സെക്കൻഡ് മാത്രം അടിച്ചെടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു കളറിലോട്ടേക്ക് നമുക്ക് റെഡിയായി കിട്ടും. ഇത് അത്യാവശ്യം നമുക്ക് സ്പൂണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള ആ ഒരു പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ടാകും. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഉരുക്കിയെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് സിറപ്പോ ചോക്ലേറ്റോ ഉപയോഗിക്കുമ്പോൾ. ഞാനിതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ഒന്നുകിൽ ചോക്ലേറ്റ് സിറപ്പോ അതല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോഫി മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ് ഒരു ഗ്ലാസ്സിന്. ഇനി ഇതിലോട്ടേക്ക് നല്ല തണുത്ത പാൽ, ഞാനിവിടെ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു കോഫി മിക്സ് ഈ ഒരു അളവിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ ഗ്ലാസ്സിന് 4 ഗ്ലാസ് കോൾഡ് കോഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കോഫിയുടെ ടേസ്റ്റ് എപ്പോഴും നിങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. കോഫി അപ്പം കുറച്ചൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോഴത്തേക്കും കോഫി മിക്സിന് അത്യാവശ്യം നല്ല സ്വീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നുകിൽ ചോക്ലേറ്റ് ഉരുക്കിയെടുത്തിട്ടുള്ളതോ അതല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പോ അതുപോലെ കോഫി മിക്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.